ഇന്ന് 21 വയസ്സുള്ള ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആൾ വളരെ സങ്കടത്തിലാണ് വന്നത്. അപ്പോൾ ആൾക്ക് ഹൈറ്റ് കുറവാണ്. അപ്പോൾ കൂടെയുള്ള കുട്ടികളുടെ കളിയാക്കലുകൾ വാങ്ങേണ്ടി വരുന്നുണ്ട്. ഈ രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആളുടെ ബോണേജ് നോക്കി, എക്സ്റേ എടുത്ത് നോക്കിയ സമയത്ത് ബോൺസൊക്കെ ഫ്യൂസ്ഡാണ്. ആൾ വളരുന്നില്ല, ഇനി വളരാനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാനിവിടെ കൃത്യമായിട്ട് പറഞ്ഞു വരുന്നത്, എത്ര വയസ്സ് വരെ കുട്ടികൾ വളരും, വളർച്ചയുടെ പാറ്റേൺ എന്താണ് എന്ന് പലപ്പോഴും രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ ചുറ്റുമുള്ളവർക്കോ വലിയൊരു ധാരണയില്ല. പലപ്പോഴും പേഷ്യൻസിനെ വളരെ വൈകിട്ടാണ് നമ്മുടെ അടുത്തേക്ക് ഹൈറ്റ് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്നത്. നമുക്ക് ഏതാണ്ട് ഒരു 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെ കുട്ടികൾക്ക് ഒരേ തോതിലാണ് വളർച്ച വരിക. അപ്പോൾ ജനിച്ച് വീഴുന്നൊരു കുട്ടിക്ക് 50 സെൻറ്റിമീറ്റർ ഉണ്ടാവണം എന്നാണ് പറയുക. 1 ഇയർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് 75 സെൻറ്റിമീറ്റർ, 4 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും 1 മീറ്ററിൻ്റെ അടുത്തേക്ക് ഹൈറ്റ് വരണം. പിന്നെ ഒരു ഫിക്സഡ് രീതിയിലാണ് കുട്ടികൾക്ക് ഗ്രോത്ത് ചെയ്യുക 4 മുതൽ 12 വയസ്സ് വരെ. ഏതാണ്ട് 12 വയസ്സോടെ പ്യൂബേർട്ടി അല്ലെങ്കിൽ കൗമാരം തുടങ്ങുന്നതോടുകൂടി തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും പെട്ടെന്നുള്ളൊരു ഗ്രോത്ത് ഉണ്ടാവാം. അതായത് പ്യൂബേർട്ടൽ ഹൈറ്റ് സ്പേർട്ട് എന്നാണ് അതിനെ പറയുക. ആ ഗ്രോത്തൊക്കെ കഴിയുന്നതോടുകൂടി തന്നെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയൊക്കെ ബോൺസ് ഫ്യൂസ് ചെയ്ത് അവരുടെ വളർച്ച നിൽക്കും. പെൺകുട്ടികളുടെ 90% പെൺകുട്ടികൾക്കും ഇത് വരുന്ന ഒരു ഏജ് എന്ന് പറയുന്നത് ഒരു 14 മുതൽ 16 വരെ ഉള്ള ഒരു ഏജിലാണ്. ആൺകുട്ടികളിൽ ഒരു 16 മുതൽ 18 വയസ്സ് വരെയുള്ള ഒരു ഏജ് വരെയും അവർ വളരാം എന്നുള്ളതാണ് കണക്ക്. അത് 90% കേസുകളിലും അതാണ്. സിവിയർ ഹോർമോണൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ബോൺസ് ഫ്യൂസ് ആയിരിക്കില്ല, അവർ പിന്നീടും വളരാം. അപ്പോൾ സിവിയർ ഹൈപ്പോതൈറോയിഡ്സ് ഉള്ള ആളുകൾക്കൊക്കെ വളരെയധികം ബോണേജ് താഴെയായിരിക്കും. അങ്ങനെയുള്ളവരൊക്കെ പിന്നീടും വളരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് വളർച്ചക്കുറവ് നേരിടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളേക്ക് കാണിച്ചിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ ഉയരക്കുറവിനെ ഒരു പരിധിവരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. താങ്ക് യു. Stay healthy. Follow for more.